വയനാട് നോർത്ത് DFO ശ്രീ മാർട്ടിൻ ലോവലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സാർ, നിലവിൽ മിഷൻ ബേലൂർ മഗ്ന ദൗത്യം 10 ദിവസം പിന്നിട്ടിരിക്കുന്നു. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? നിലവിൽ ഈ ആന നമ്മളുടെ കർണാടക വനപ്രദേശത്താണുള്ളത്. കേരള ബോർഡറിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ കർണാടക വനത്തിനുള്ളിലായതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുന്നതിന് സാധിക്കില്ല. തിരിച്ച് കേരളത്തിൻ്റെ വനമേഖലയിലേക്ക് എത്തിയാലേ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമല്ലേ? അതെ, തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വന്നാലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും അത് വലിയൊരു പ്രതിസന്ധി ആവുന്നുണ്ട്. കർണാടക വനം വകുപ്പ് തിരിച്ച് ആനയെ ഇങ്ങോട്ടേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? ഇല്ല, അതിനു വേണ്ടിയിട്ട് ഇൻ്റർ കോർഡിനേഷൻ കമ്മിറ്റി സർക്കാർ തലത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള തീരുമാനം കൈക്കൊള്ളും. ഈ നേരത്തെ പറഞ്ഞിരുന്നു 2 തവണ ആനയെ മയക്കുവെടി വെച്ചിരുന്നു, അത് ലക്ഷ്യം കണ്ടില്ല എന്ന്. പിന്നീട് അത് സംഭവിച്ചോ? എന്താണ് ഈ ദൗത്യത്തിൽ പ്രധാന വെല്ലുവിളിയായി മാറുന്നത്? എന്താണ് ഇത്? മറ്റുള്ള ആനകളെ പോലെ അല്ല. ഇതിനു മുന്നേയും പലതവണ എനിക്ക് തോന്നുന്നു ഡാർട്ട് ചെയ്തിട്ടുള്ള ആനയാണ്. അതിനാൽ തന്നെ അത് വളരെ ഒരു തന്ത്രശാലിയായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പൊന്തക്കാടുകളിൽ ഒളിച്ചിരിക്കുകയും എന്നാൽ ഈ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്ന ഒരു നേച്ചറാണ് ഇതിന് കാണുന്നത്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് അത് കൂടുതലായിട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ വനത്തിനുള്ളിലാണ്, അത് സേഫ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അത് രാത്രി കാലത്ത് പെട്ടെന്ന് പുറത്തു വരികയും അത് ജനങ്ങൾക്ക് ഒരു ഭീഷണി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പും അവിടുത്തെ ജനങ്ങളും എല്ലാവരും വളരെ ജാഗ്രത പുലർത്തുകയാണ്. ഞങ്ങളിതിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു അപകടം നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാകരുത്. ആ തരത്തിലുള്ള മുൻകരുതലുകൾ എല്ലാം ഞങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഒറ്റ കാര്യം, കർണാടക വനമേഖലയിൽ ആന ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ അത് ദൗത്യം വലിയ വെല്ലുവിളിയാകില്ലേ? ഒരു പക്ഷേ ദൗത്യം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവില്ലേ കർണാടകയിൽ തുടരുകയാണെങ്കിൽ? ഇല്ല, നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ വീണ്ടും അത് കേരള അതിർത്തിയിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഓടിച്ചു വിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ടിട്ട് നമുക്ക് കർണാടക അതിർത്തിയിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് സേഫാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കംപ്ലീറ്റ് ടീമുകളും അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. നൈറ്റ് പെട്രോളിങ് പോലെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ ജനങ്ങളുടെ ജീവനും പരമാവധി പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളിത്. അതുകൊണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വനം വകുപ്പിനെ കൊണ്ട് സാധ്യമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. പോലീസും മറ്റു റവന്യൂ വകുപ്പുകളും എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവന്ന ദൃശ്യങ്ങൾ ആനയോടൊപ്പം മറ്റൊരു മോഴയാനയെ കാണപ്പെട്ടിരുന്നു. നിലവിൽ ഈ ഒരു മോഴ ബേലൂർ മഗ്നയ്ക്കൊപ്പം ഉണ്ടോ? ഇപ്പോൾ ഈ മോഴയാന ഇപ്പോൾ കാണുന്നില്ല. ഇത് ഒറ്റയ്ക്ക് തന്നെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണ്. നേരത്തെ ദൗത്യത്തിന് വനത്തിനുള്ളിലൂടെ ദൗത്യസംഘം പോകുന്ന സമയത്ത് പല വന്യമൃഗങ്ങളും മുന്നിൽപ്പെട്ടായതുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പുലിയെ പോലെയുള്ള മൃഗങ്ങൾ. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നീടുണ്ടായോ ദൗത്യസംഘം നേരിട്ടോ വനത്തിനുള്ളിൽ? ഇല്ല, വനമാണ്, ഒരുപാട് മൃഗങ്ങളുണ്ടാവും. വനമെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് സാധാരണമാണത്, അതിനൊരു പ്രത്യേകതയില്ല. പിന്നെ നമ്മൾ പോകുന്ന വ്യക്തികൾ കുറേ കൂടി കോഷ്യസായിട്ട് പോവുക. അപ്രതീക്ഷിതമായിട്ട് പല മൃഗങ്ങളും വരാം. പക്ഷേ അതിനുള്ള മുൻകരുതലുകൾ എടുത്തിട്ട് തന്നെയാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഡോക്ടേഴ്സും പോകുന്നത്. എന്തായാലും അവസാനമായി, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെട്രോളിംഗ് സംഘം രാത്രി ക്യാമ്പിംഗ് ചെയ്യുന്നുണ്ട് ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ. അത് ഇനിയും ആ നിലയിൽ തന്നെ തുടരുമോ? തീർച്ചയായിട്ടും തുടരും. തുടരുമെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരു മനുഷ്യന് പോലും ഉപദ്രവം അല്ലെങ്കിൽ ഒരു ജീവഹാനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ആ ഒരു ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ പ്രവർത്തനം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ്. നമുക്ക് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം. അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ നമ്മൾ കാക്കേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പിനുണ്ട്. അത് നിറവേറ്റും. അതിൽ ഒരു വിട്ടുവീഴ്ചയൊന്നുമില്ല. നമ്മൾക്ക് ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ല, ആ നിലയിൽ തന്നെ തുടരുമല്ലേ? ദൗത്യം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. നിങ്ങളിങ്ങനൊരു ചോദ്യം ചോദിച്ചത് തന്നെ വളരെ ഒരു ക്ലാരിറ്റി വരുന്നതിന് വേണ്ടിയാണ്. ഇല്ല, നാട്ടുകാരോടൊക്കെ വളരെ ക്ലാരിറ്റിയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മുന്നേ കാണണ്ടേ. അവരുടെ ഒരു ജീവിതം നമ്മൾ മുന്നേ കാണുന്നു. അത് മുൻനിർത്തിയിട്ട് തന്നെ നമ്മളുടെ പ്രവർത്തനം തുടരുന്നു. തീർച്ചയായും അത് തന്നെയാണ്. ദൗത്യം ആ രീതിയിൽ തന്നെ സജീവമായ തയ്യാറെടുപ്പുകളോടെ മുന്നോട്ട് പോകുന്നുണ്ട്. ആനയെ അതിവേഗത്തിൽ പിടികൂടാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നോർത്ത് DFO മാർട്ടിൻ ലോ വലിയ ഘട്ടത്തിൽ റിപ്പോർട്ടർ TVയോട് പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ വയനാട്.